എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ന്യൂസുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് കേസ് ഓഫ് സ്ട്രാറ്റജിക് ഓട്ടോണോമി. ഇത് നമ്മുടെ എഡിറ്റോറിയലുള്ളൊരു ന്യൂസാണ്. അപ്പം അത് നമ്മുടെ ഇൻ്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ഫോറിൻ പോളിസീനെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ നമ്മുടെ ഒരു ആഫ്റ്റർ കോൾഡ് വാർ നമ്മുടെ ഒരു ഫോറിൻ പോളിസിയുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള അനാലിസിസ് നടത്തുന്ന രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണിത്. ഓക്കെ, പിന്നെ 2 ന്യൂ സുപ്രീം കോർട്ട് ജഡ്ജസ് ടേക്ക് ഓത്ത് ഓഫ് ഓഫീസ്. അപ്പോൾ ഇത് GS2 പൊളിറ്റിയൊക്കെ റിലേറ്റഡ് ആയിട്ട് ജുഡീഷ്യറിയും പിന്നെ അതിൻ്റെ ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റും ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ നമ്മളിതിനകത്ത് നോക്കാൻ പോകുന്നത് ജുഡീഷ്യറി അല്ലെങ്കിൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതലും നോക്കുന്നത് എങ്ങനെയാണ് സുപ്രീം കോർട്ടിൽ ഒരു ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അപ്പം അതെങ്ങനെയാണ് ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫൈനാൻസ് കമ്മീഷൻ നമ്മൾ GS3 എക്കണോമിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഇത് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പം ഇത് നമ്മുടെ എഡിറ്റോറിയലൊക്കെ കഴിഞ്ഞിട്ട് വന്ന പേജുകളിലുള്ളൊരു ന്യൂസുമാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ഫൈനാൻസ് കമ്മീഷനെ കുറിച്ചും നമ്മൾ നോക്കും. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 2 ന്യൂ സുപ്രീം കോർട്ട് ജഡ്ജസ് ടേക്ക് ഓത്ത് ഓഫ് ഓഫീസ്. അപ്പം റീസെൻ്റായിട്ട് N. കോട്ടീശ്വർ സിംഗ് ആൻഡ് R. മാധവൻ എന്ന് പറയുന്ന 2 സുപ്രീം കോർട്ട് ജഡ്ജസ് അപ്പോയിൻറ്റഡായി. അപ്പം അവരുടെ ഓത്ത് ഓഫ് ഓഫീസ് നടക്കുകയായിരുന്നു. അപ്പം എന്താണ്, ദിസ് ബ്രിങ്സ് ദ സുപ്രീം കോർട്ട് ബാക്ക് ടു ഇറ്റ്സ് ഫുൾ സാങ്ഷൻഡ് സ്ട്രെങ്ത് ഓഫ് 34 ജഡ്ജസ്. അപ്പം നമ്മുടെ ജുഡീഷ്യൽ റെപ്രസെൻറ്റേഷന് ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നേരത്തെ നമുക്ക് 32 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഫുൾ സ്ട്രെങ്തായി സുപ്രീം കോർട്ട് ജഡ്ജസിൽ 34 ആയി. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് കൂടുതൽ നോക്കുന്നത് ഒരു ഇവരുടെ അപ്പോയിൻമെൻറ്റ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹൗ ആർ സുപ്രീം കോർട്ട് ജഡ്ജസ് അപ്പോയിൻറ്റഡ്. അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഇനിഷ്യലി സുപ്രീം കോർട്ട് ഹാഡ് 8 ജഡ്ജസ്, അതിൽ ഒരു ചീഫ് ജസ്റ്റിസും 7 അതേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പിന്നീട് വന്ന സമയത്ത് ഈ നമ്പേഴ്സ് കൂട്ടി, ഈ ജഡ്ജസിൻ്റെ നമ്പേഴ്സ് കൂട്ടി, ഇപ്പോൾ കറണ്ട് സ്ട്രെങ്ത് നമുക്കറിയാം 34 ജഡ്ജസ് ആണ്, ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ജഡ്ജ് എന്ന് പറയുന്നത് അത് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, മസ്റ്റ് ബി സെർവ്ഡ് ആസ് എ ഹൈക്കോർട്ട് ജഡ്ജ് ഫോർ അറ്റ്ലീസ്റ്റ് 5 years ആയിരിക്കണം, ഇൻ 1 or 2 courts in succession. ഓക്കെ, പിന്നെ ഓൾട്ടർനേറ്റീവ്ലി മസ്റ്റ് ഹാവ് ബീൻ എൻ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ എന്താണ് ഹൈക്കോർട്ടിൽ 10 വർഷം സേവനം അനുഷ്ഠിച്ച ഒരു ഹൈക്കോർട്ടായിരിക്കണം, അല്ലെ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. ഓക്കെ, ക്യാൻ ഓൾസോ ബി എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്റ്റ്, അതായത് എന്താണ് പ്രസിഡൻറ്റിൻ്റെ ഒപ്പീനിയനിൽ ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആണെങ്കിലും അയാൾക്കും ജഡ്ജായിട്ട് അപ്പോയിൻറ്റഡ് ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ആദ്യത്തേത് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, പിന്നെ ഹൈക്കോർട്ട് ജഡ്ജായിട്ട് 5 വർഷം സെർവ് ചെയ്യണം, പിന്നെ ഹൈക്കോർട്ട് അഡ്വക്കേറ്റായിട്ട് 10 വർഷം സേവനമനുഷ്ഠിച്ച ആൾക്ക് ജഡ്ജാകാം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള ജൂറിസ്റ്റാണെന്ന് പ്രസിഡൻറ്റിൻ്റെ ഒപ്പീനിയനിൽ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻ്റ് ആണ് അണ്ടർ ആർട്ടിക്കിൾ 124(2) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം പ്രസിഡൻ്റ് ആണ് ഈ സുപ്രീം കോർട്ട് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അത് ഏത് ആർട്ടിക്കിൾ അണ്ടറിൽ വരുന്നതാണ്? ആർട്ടിക്കിൾ 124(2) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്. ദ പ്രസിഡന്റ് കൺസൾട്ട്സ് ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈക്കോർട്ട് ജഡ്ജസ് ബിഫോർ മേക്കിംഗ് അപ്പോയിൻമെൻറ്റ്സ്. ഓത്ത് ഓഫ് ഓഫീസ് എന്ന് പറയുമ്പോൾ അപ്പോയിൻറ്റഡ് ജഡ്ജസ് ടേക്ക് ആൻ ഓത്ത് ബിഫോർ ദ പ്രസിഡന്റ് or an appointed person. The oath includes commitments to uphold the constitution, sovereignty, integrity of India and to perform duties impartially. ഓക്കെ, ഇതിൻ്റെ ടെന്യർ എന്താണ് ഈ അപ്പോയിൻറ്റഡ് ആകാനായിട്ട് ഒരു മിനിമം ഏജ് ഇല്ല. ജഡ്ജസ് എന്ന് പറയുന്നത് അവർക്ക് അൺടിൽ 65 years ഓൾഡ് ആകുന്നവരെ ഇവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആഫ്റ്റർ 65 years ജഡ്ജസ് മേ റിസൈൻ ബിഫോർ 65 years, അതായത് 65 yearsന് മുമ്പ് ആണെങ്കിൽ ഇവർക്ക് റിസൈൻ ചെയ്യാം. ഈ റെസിഗ്നേഷൻ ആർക്കാണ് കൊടുക്കുന്നത്? പ്രസിഡൻറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് വെച്ചാൽ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്ത് പ്രസിഡൻ്റാണെന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങളായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആരാണ് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് പ്രസിഡൻ്റാണ്. ഇവർ റെസിഗ്നേഷൻ ആർക്കാണ് കൊടുക്കുന്നത്? ഇപ്പോൾ 65 yearsന് മുമ്പാണ് ഇവർ റിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ റെസിഗ്നേഷൻ ലെറ്റർ ചെയ്യുന്നത് ആർക്കാണ്?
പ്രസിഡൻറ്റിനാണ് എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവരുടെ സാലറീസ് ആൻഡ് അലോവൻസ് ഡിറ്റർമൈൻഡ് ബൈ ദ പാർലമെൻ്റ് ആണ് ആൻഡ് ചാർജ്ഡ് അപ്പോൺ ദ CFI അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ് ഇത് ചാർജ്ഡ് ആകുന്നത്. ഇൻക്ലൂഡ് സാലറീസ്, അലോവൻസ്, പ്രിവിലേജസ്, ലീവ്, പെൻഷൻ എല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ, പോസ്റ്റ് റിട്ടയർമെൻറ്റ് റെസ്ട്രിക്ഷൻസ് പറയുമ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ റിട്ടയർഡ് ജഡ്ജസ് കനോട്ട് പ്രാക്ടീസ് ലോ ഇൻ എനി കോർട്ട് ഇൻ ഇന്ത്യ ഓർ ബിഫോർ എനി ഗവൺമെൻറ് അതോറിറ്റി. ഓക്കെ, അണ്ടർ ആർട്ടിക്കിൾ 128 റിട്ടയർഡ് ജഡ്ജസ് ക്യാൻ ബി കോൾഡ് ബാക്ക് ടു സെർവ് ഇൻ ദ സുപ്രീം കോർട്ട് വിത്ത് എ പ്രസിഡൻസ് പെർമിഷൻ. ഇതും കൂടി ഓർത്തിരിക്കുക. അതായത് പ്രസിഡന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിന് തിരിച്ചു വന്ന് സുപ്രീം കോർട്ടിൽ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റിമൂവൽ എങ്ങനെയാണ്? ജഡ്ജസ് ക്യാൻ ഓൺലി ബി റിമൂവ്ഡ് ബൈ എൻ ഓർഡർ ഓഫ് ദ പ്രസിഡന്റ്. അപ്പോൾ അപ്പോയിൻമെന്റ് പ്രസിഡന്റാണ്, റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് പ്രസിഡന്റിനാണ്, ഇത് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നതും ഇവരെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നതും പ്രസിഡന്റാണ്. റിക്വയർസ് ആൻ അഡ്രസ് ബൈ ഈച്ച് ഹൗസ് ഓഫ് ദ പാർലമെന്റ് സപ്പോർട്ടഡ് ബൈ എ സ്പെഷ്യൽ മജോറിറ്റി, ദാറ്റ് ഇസ് 2/3 മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയിരിക്കണം. പിന്നെ ഗ്രൗണ്ട്സ് ഓഫ് റിമൂവൽ ആർ പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി എന്ന കേസിലാണെങ്കിൽ ഇവരെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പാർലമെന്റ് റെഗുലേറ്റ്സ് പ്രൊസീജിയർ ഫോർ റിമൂവൽ എന്നും കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ അതായത് ഈ റിമൂവലിൻ്റെ കാര്യത്തിൽ ഒരു സേ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. കൊളേജിയം സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ കൊളേജിയം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ബാക്കിയുള്ള ബോഡീസിൻ്റെ ഒരു എക്സിക്യൂട്ടീവിൻ്റെയോ ലെജിസ്ലേച്ചറിൻ്റെയോ ഒന്നും ഇതില്ല. ജുഡീഷ്യറിക്കുള്ളിലാണ് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് എന്നുള്ളൊരു കോൺട്രവേഴ്സി അതിനകത്തുണ്ട്. പക്ഷേ കൊളേജിയം സിസ്റ്റം ഓഫ് അപ്പോയിൻമെൻറ്റ്സ് നോക്കാം. Appointments, elevations and transfers of judges are decided through collegium system. അപ്പോൾ കൊളേജിയം സിസ്റ്റത്തിൽ ആരൊക്കെയാണുള്ളത്? കൊളേജിയം സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ദ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഓക്കെ, ഈ കൊളേജിയം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ രേഖപ്പെടുത്താത്ത ഒരു ടേം ആണെന്നും കൂടി ഓർത്തിരിക്കുക. അതായത് ജുഡീഷ്യൽ റൂളിങ്സ് പ്രകാരമാണ് ഈ ഒരു കൊളേജിയം എന്ന് പറയുന്ന ടേം ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ റൂളിങ്സ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ എവല്യൂഷൻ ഓഫ് ദ കൊളേജിയം. ഓക്കെ, ഫസ്റ്റ് ജഡ്ജസ് കേസ്. അപ്പോൾ CJ's അതിൽ ഉണ്ടായിരുന്ന റെക്കമെൻഡേഷൻ ഓൺ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് കുഡ് ബി റിഫ്യൂസ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്. അതാണ് ഫസ്റ്റ് ജഡ്ജസ് കേസ് 1981. 1993 സെക്കൻഡ് ജഡ്ജസ് കേസ് വരുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ദ കൊളേജിയം സിസ്റ്റം. കൺസൾട്ടേഷൻ മെൻറ്റ് കൺകറൻസ് വിത്ത് ദ CJയും 2 സീനിയർ മോസ്റ്റ് ജഡ്ജസിൻ്റെ കൺസൾട്ടേഷൻ വേണം. പിന്നെ തേർഡ് ജഡ്ജസ് കേസ് 1998 എക്സ്പാൻഡഡ് ദ കൊളേജിയം ടു എ 5-member ബോഡി. അതിൽ CJ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ CJയും 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും ഉണ്ട്. ഫോർത്ത് ജഡ്ജസ് കേസിലാണ് നമുക്കറിയാം ആ ഒരു ടൈമിൽ എൻജാക്ക് വരുന്നുണ്ട്. എൻജാക്കിൽ എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ഇൻഫ്ലുവൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് റിമൂവ് ചെയ്യണം. അതായത് കോളേജിയം സിസ്റ്റത്തിനെ റിപ്ലേസ് ചെയ്ത എൻജാക്ക് ആക്ട് വരുന്നു. സുപ്രീം കോർട്ട് എന്ത് ചെയ്യുന്നു? എൻജാക്ക് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് കോളേജിയം സിസ്റ്റത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. അപ്പം 2021 നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. PYQ ആണ്. വിത്ത് റെഫറൻസ് ഇന്ത്യൻ ജുഡീഷ്യറി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എനി റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ക്യാൻ ബി കോൾഡ് ബാക്ക് to sit and act as a Supreme Court judge by the Chief Justice of India with prior permission of the President of India. പിന്നെ a High Court of India has the power to review its own judgment as Supreme Court does. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. 2 കേസും ശരിയാണ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇതിൽ 2ഉം ശരിയാണെന്നും കൂടി ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ് PYQയിലും ചോദിച്ചേക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് കേസ് ഓഫ് സ്ട്രാറ്റജിക് ഓട്ടോണോമിയാണ്. ഇത് ബേസിക്കലി എഡിറ്റോറിയലിലുള്ള ഒരു ന്യൂസാണ്. ഇത് IR പെർസ്പെക്റ്റീവ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിൽ നമുക്കുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡിനെ കറണ്ട് ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയിൽ പ്ലേസ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ നമുക്കറിയാം ഇപ്പോൾ ഈ റീസെൻ്റ്ലി നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ റഷ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, പിന്നെ India-US റിലേഷൻസ്, India-Russia റിലേഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയലിൽ നോക്കി പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വാല്യൂ അഡീഷനാണ്. നിങ്ങൾക്ക് ഈ പെർസ്പെക്റ്റീവിലൊക്കെ മെയിൻസ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ
ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഓക്കെ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി's വിസിറ്റ് ടു റഷ്യ ആൻഡ് ദ US വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഹൈലൈറ്റ്സ് ഇന്ത്യസ് സ്ട്രാറ്റജിക് ഓട്ടോണോമി. അപ്പോൾ US എക്സ്പ്രസ്ഡ് കൺസേൺസ് അബൌട്ട് ഇന്ത്യസ് എൻഗേജ്മെൻറ്റ് വിത്ത് റഷ്യ, ബട്ട് എന്താണ്, ഇന്ത്യ കണ്ടിന്യൂഡ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഡിസിഷൻസ്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് നമുക്കറിയാം 2 മേജർ പവേഴ്സാണ് കോൾഡ് വാറിൽ ഉണ്ടായിരുന്നത്. ഒന്ന് USA ആണ്, നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ ഉണ്ടായിരുന്നത് USSR ആണ്. ഓക്കെ, അത് നമുക്കറിയാം. പിന്നീട് അത് തകർന്നാണ് റഷ്യ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 പവേഴ്സും ഉണ്ട സമയത്താണ് നമ്മൾ എന്താണ്, കോൾഡ് വാറിൻ്റെ സമയത്ത് നമ്മൾ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നു. 2 സൈഡിലും നമ്മൾ ചേരത്തില്ല, നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡിലോട്ട് പോകും എന്നുള്ള രീതിയിൽ നമ്മൾ വരുന്നത്. ഹിസ്റ്റോറിക്കലി ഇന്ത്യ ഹാസ് ബാലൻസ്ഡ് ഇറ്റ്സ് റിലേഷൻ ബിറ്റ്വീൻ മേജർ പവേഴ്സ്, പർട്ടിക്കുലർലി ഡ്യൂറിങ് കോൾഡ് വാർ. അപ്പോൾ സ്ട്രെസ് പോയിന്റ്സ് ഇൻ ഇന്ത്യ US റിലേഷൻസ് ഇൻക്ലൂഡ് സാങ്ഷൻസ് ഓൺ റഷ്യ ആൻഡ് ഇന്ത്യസ് പൊസിഷൻ ഓൺ യുക്രൈൻ വാർ. അപ്പം ഇന്ത്യ റഷ്യൻ റിലേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇന്ത്യക്ക് നമുക്കറിയാം ഒരു ലോങ് സ്റ്റാൻഡിങ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. കാരണം നമുക്കറിയാം, നമുക്ക് മിലിറ്ററി എക്യുപ്മെൻസിൻ്റെ കാര്യമാണെങ്കിലും, മിലിറ്ററി ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും, ന്യൂക്ലിയർ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമുക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത് USSR ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ റഷ്യയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ഏകദേശം 70% ഓഫ് ആർ മിലിറ്ററി ഇമ്പോർട്ട്, 70% ഓഫ് മിലിറ്ററി ഇമ്പോർട്ട് വരുന്നത് നമുക്ക് എവിടെ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അത്രയും ലോങ് സ്റ്റാൻഡിങ് പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത്. അപ്പം റീസെൻറ്റ് വെസ്റ്റേൺ സാങ്ഷൻസ് ഓൺ റഷ്യ ഡ്യൂ ടു യുക്രൈൻ കോൺഫ്ലിക്ട് ഹാവ് ടെസ്റ്റഡ് ദിസ് റിലേഷൻ. ബട്ട് എന്താണ്, ഇന്ത്യയുടെ ഒരു സെൻട്രൽ അല്ലെങ്കിൽ സോവറിനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോണോമീനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ഫോറിൻ പോളിസി എൻഗേജ്മെൻറ്റ് അതിന് ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കുന്നത് നോൺ അലൈൻമെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് ഓട്ടോണോമിയാണ്. ഇന്ത്യാസ് ഫോറിൻ പോളിസി ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് നോൺ അലൈൻഡ്. അതായത് നമുക്കറിയാം, നമ്മൾ ഒരിക്കലും റഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തില്ല, നമ്മൾ ഒരിക്കലും US-നെയും കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ നീഡ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഷ്യസ് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യ എപ്പോഴും സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദിസ് അപ്രോച്ച് അലൗസ് ഇന്ത്യ ടു പെർസ്യൂ ഇറ്റ്സ് ഇൻട്രസ്റ്റ് വിത്തൗട്ട് ബീങ് ടൈഡ് ടു എ വൺ ബ്ലോക്ക്. അതായത് ആരെയും പിണക്കാത്ത രീതിയിൽ, എന്നാൽ നമ്മുടെ ഇൻട്രസ്റ്റുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇന്ത്യ എപ്പോഴും ഫോറിൻ പോളിസിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് വിത്ത് മൾട്ടിപ്പിൾ ഗ്ലോബൽ പവേഴ്സ്. ഓക്കെ, ഇപ്പോൾ എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ഇൻ്റഗ്രേഷൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ ഹാസ് ഇൻ്റഗ്രേറ്റഡ് with the global economy and develop strategic partnership beyond traditional alliances. അപ്പോൾ this includes engaging new economic blocks. ASEAN പോലത്തെ ബ്ലോക്കുകളുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ASEAN ബ്ലോക്ക് നമുക്കറിയാം, അവരുമായിട്ട് നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് നമ്മളുണ്ട്. പിന്നെ റീജിയണൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ബിംസ്റ്റെക് അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, സാർക്ക് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജിക് അലയൻസുകളെല്ലാം നമ്മൾ സെൻട്രൽ ഏഷ്യ ആണെങ്കിലും, സൗത്ത് ഏഷ്യ ആണെങ്കിലും, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണെങ്കിലും ഒക്കെ നമ്മളെന്താണ്, ഇതുപോലുള്ള ഓർഗനൈസേഷൻസിലെല്ലാം നമ്മൾ പാർട്ടാണ്. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു റഷ്യൻ അലയൻസ് അല്ലെങ്കിൽ US ബേസ്ഡ് അലയൻസ് എന്നുള്ള രീതിയിൽ മാറിയിട്ട് ഇങ്ങനെയുള്ള എമേർജിങ് പവേഴ്സുമായിട്ടുള്ള കൊളാബറേഷൻ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് നമ്മൾ പറയുകയാണെങ്കിൽ, ദ ഗ്ലോബൽ ഓർഡർ ഈസ് നൗ മൾട്ടിപോളാർ വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഇൻ പവർ ഡൈനാമിക്സ്. India's foreign policy must navigate these shifts, balancing relations with the US, Russia, China and other major powers. ഓക്കെ, ഈ ഒരു ഇതിൽ ഹിസ്റ്റോറിക്കൽ നമുക്ക് ഇപ്പോൾ കോൾഡ് വാർ സിനാരിയോ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്റോറിക്കലി നമ്മൾ ലേൺ ചെയ്ത ലെസൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇന്ത്യാസ് ഹിസ്റ്റോറിക്കൽ ചോയ്സസ് സച്ച് ആസ് അലൈനിങ് വിത്ത് സോവിയറ്റ് യൂണിയൻ, അതായത് നമുക്കറിയാം നമ്മുടെ ഇൻഡിപെൻഡൻസ് ടൈമിൽ നമ്മുടെ ഗവൺമെൻറ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കൂടുതൽ എന്താണ്, ഒരു സോഷ്യലിസ്റ്റ് ടെൻഡൻസി ആയിരുന്നു. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു USSR ഒക്കെ വിസിറ്റ് ചെയ്തപ്പോഴേക്കും അവിടെ ഫ്രീ ആയിട്ട് ട്രെയിനും അല്ലെങ്കിൽ പബ്ലിക് സർവീസുകളെല്ലാം ഫ്രീ ആയിട്ട് കണ്ടു. അപ്പോൾ നെഹ്റുവിന് ഇൻസ്പയർഡ് ആയിട്ട് എന്താണ്, നമ്മളൊരു സോഷ്യലിസ്റ്റ് അജണ്ടയിൽ അല്ലെങ്കിൽ സോഷ്യലിസത്തോട്ട് ചായ്വുള്ള രീതിയിൽ നമ്മുടെ ഗവർണൻസ് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ്, സോവിയറ്റ് യൂണിയനായിട്ടായിരുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ട്രാൻസ്ഫർ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ ആണെങ്കിലും സോവിയറ്റ് യൂണിയൻ ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ
പാർട്ട്ണർ. പിന്നെ സോവിയറ്റ് യൂണിയൻ തകരുവാണ് ചെയ്യുന്നത് കോൾഡ് വാർ സിനാരിയോ കഴിയുമ്പോഴേക്കും. പിന്നീട് നമ്മൾ അവിടെ ഒറ്റപ്പെട്ട ഒരു സിനാരിയോ വന്നു. പിന്നെ നമ്മൾ US-ഉമായിട്ട് പതുക്കെ എൻഗേജ്മെൻറ്റ് കൊണ്ടുവന്നു. എന്താണ് ഒരു ഫ്ലെക്സിബിൾ, അപ്പോഴാണ് നമ്മൾ കുറച്ച് പഠിക്കുന്നത് ഒരു സ്ട്രാറ്റജിക് ഫ്ലെക്സിബിൾ അപ്രോച്ച് ഫോറിൻ പോളിസിയിൽ നമുക്ക് കൊണ്ടുവരണമെന്ന്. ദ കറണ്ട് ജിയോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് റിക്വയർസ് എ സിമിലർ ഫ്ലെക്സിബിൾ അപ്രോച്ച് ടു സേഫ് ഗാർഡ് നാഷണൽ ഇൻട്രസ്റ്റ്. പിന്നെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണോമി വിൽ ബി ക്രൂഷ്യൽ ഇൻ അഡ്രസ്സിംഗ് ഫ്യൂച്ചർ ജിയോ പൊളിറ്റിക്കൽ ചാലഞ്ചസ്, ബാലൻസിംഗ് ട്രഡീഷണൽ പാർട്ട്ണർഷിപ്പ് വൈൽ എൻഗേജിംഗ് വിത്ത് എമേർജിംഗ് global powers will ensure India's position as a significant player in the വേൾഡ് സ്റ്റേജ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പാർട്ട്നേഴ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എമേർജിങ് ആയിട്ടുള്ള എക്കണോമിക് ബ്ലോക്കുകളുണ്ട്, ASEAN പോലത്തെ ബ്ലോക്കുകളുണ്ട്. അവരുമായിട്ടും നമ്മൾ നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് തന്നെ കീപ്പ് ചെയ്യണം. എന്നാലേ നമുക്കൊരു വേൾഡ് സിനാരിയോയിൽ അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് പവർ എന്ന രീതിയിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനൊരു സിനാരിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ കൊടുക്കാം. അപ്പം അതായത് കൂടുതലും ഒരു നോൺ അലൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിലൊക്കെ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ ഇന്ത്യാസ് പെർസ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് ഓട്ടോണോമി ഈസ് ഷേപ്ഡ് ബൈ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്സ്, current geopolitical realities and the necessity to balance its foreign policy to protect national interest by maintaining flexible and diverse partnership. India aims to navigate complex global landscape effectively. അപ്പോൾ ഇതിലൊരു കീവേഡ് ഉണ്ട്, സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്ന് പറയുന്ന ഒരു കീവേഡ് അതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫൈനാൻസ് കമ്മീഷനാണ്. നമ്മുടെ GS3 എക്കണോമി പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസാണ്. ഇത് ന്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ സ്റ്റാറ്റിക് ടോപ്പിക് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫൈനാൻസ് കമ്മീഷൻ്റെ മാൻഡേറ്റും അങ്ങനത്തെ കാര്യങ്ങൾ, മാൻഡേറ്റ് അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഈ ഫണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കിപ്പോകുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റിക് ടോപ്പിക്കിനെക്കാട്ടിലും ഉപരിയായിട്ട് ഇവരുടെ ഒരു ഫങ്ഷനിങ്, അവർ വാട്ട് ഐഡിയൽസ് ഡു ദേ സ്റ്റാൻഡ് ഫോർ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൈനാൻസ് കമ്മീഷനെ കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണിത്. അപ്പോൾ മാൻഡേറ്റ് ഓഫ് ഫൈനാൻസ് കമ്മീഷൻ. ഫൈനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി that recommends the distribution of tax revenues between center and states. അപ്പോൾ its recommendations aims to ensure a fair and equitable distribution of financial resources. അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 4 other members. അപ്പം ഇറ്റ്സ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് എവറി 5 years ആണ്, സബ്മിറ്റ്സ് റെക്കമെൻഡേഷൻ ടു ദ സെൻറ്റർ. അപ്പോൾ ഈ ഡിവല്യൂഷൻ ഓഫ് ഫണ്ട്സ് മാനേജ്മെൻറ്റ് കേസിൽ കമ്മീഷൻ റെക്കമെൻഡ്സ് എ ഷെയർ ഓഫ് ടാക്സസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് among വേരിയസ് സ്റ്റേറ്റ്. ഇതാണ് എന്താണ് ഹൊറിസോണ്ടൽ ഡിവല്യൂഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഡിവല്യൂഷൻ്റെ കേസിൽ വരുവാണെങ്കിൽ ഇറ്റ് ഓൾസോ സജറ്റ്സ് ഹൗ സെൻറ്റേഴ്സ് നെറ്റ് ടാക്സ് റവന്യൂ ഷുഡ് ബി ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് കമ്മീഷൻ്റെ കേസിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഹെഡഡ് ബൈ NK Singh, began its work recently and it's expected to submit its recommendation by October 2025. The 16th commission ആണ്. Its recommendation will be valid for 5 years starting from 1st April 2026. അപ്പോൾ സ്റ്റേറ്റ് ഷെയർ ഇൻ ടാക്സ് റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്സ് റിസീവ് എ പെർസെൻറ്റേജ് ഓഫ് സെൻറ്റേഴ്സ് നെറ്റ് ടാക്സ് റവന്യൂ ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ 15th കമ്മീഷൻ പ്രകാരം എന്താണ് 41% ഷെയർ ഫോർ ദ സ്റ്റേറ്റ്സ് ആണ് ഇപ്പോൾ കറണ്ട് കേസിൽ ഉള്ളത്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ കംപ്ലയിൻസ് എന്താണ്? ഓക്കെ, സ്റ്റേറ്റ്സ് ഓഫൺ കംപ്ലെയിൻ അബൌട്ട് റിസീവിങ് സ്മോളർ ഷെയർ ഓഫ് ഫണ്ട്സ് ദാൻ റെക്കമെൻഡഡ്. അതായത് ഫൈനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കും, പക്ഷേ സ്റ്റേറ്റിന് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ദേ ആർഗ്യൂ ദാറ്റ് സെൻറ്റർ റീറ്റെയിൻസ് മോർ ഫണ്ട്സ് ദാൻ നീഡഡ് ആൻഡ് ഡസ് നോട്ട് അഡ്വക്കേറ്റ്ലി ഷെയർ ദ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സസ്. അപ്പോൾ സെൻറ്റർ ഓൾസോ ഹാസ് റെസ്പോൺസിബിലിറ്റീസ് സച്ച് ആസ് ഡിഫൻസ് ഉണ്ട്, നാഷണൽ ഹൈവേസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീംസും സെൻറ്ററാണ് നടക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സെൻറ്ററിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫണ്ടിങ് വേണമെന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. സ്പെഷ്യൽ ഗ്രാൻറ്റ്സ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുവാണെങ്കിൽ ഫൈനാൻഷ്യൽ കമ്മീഷൻ മേ റെക്കമെൻഡ് സ്പെഷ്യൽ ഗ്രാൻറ്റ്സ്. അപ്പം ചില സ്റ്റേറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ബീഹാർ അല്ലെങ്കിൽ ജാർഖണ്ഡ് പോലത്തെ സ്റ്റേറ്റുകളിൽ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റുകളിൽ സ്പെഷ്യൽ ഗ്രാൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഇറ്റ് ഓൾസോ അഡ്രസ്സസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫിസിക്കൽ ഡെഫിസിറ്റ്സ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവിങ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ GSTയിലുള്ള ഇമ്പാക്റ്റ് ഫൈനാൻസ് കമ്മീഷന്, അതായത് നമുക്കറിയാം റവന്യൂ ഷെയറിങ്, അതായത് നമുക്കറിയാം സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റവന്യൂ ഷെയറിങ് ഡൈനാമിക്സിനെ എഫക്റ്റ് ചെയ്ത
ഒരു സംഭവമാണ് GST എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനാൻസ് കമ്മീഷൻ പ്ലേസ് എ റോൾ ഇൻ കോമ്പൻസേറ്റിംഗ് സ്റ്റേറ്റ്സ് ഫോർ എനി റവന്യൂ ലോസ് ഡ്യൂ ടു GST ഇംപ്ലിമെൻറ്റേഷൻ. പിന്നെ നമുക്കറിയാം ഒരു ഫെഡറലിസം പെർസ്പെക്റ്റീവിലും നമുക്ക് ഫൈനാൻഷ്യൽ കമ്മീഷൻ്റെ റോളുണ്ട്. Finance Commission helps maintain a balance in fiscal relations by ensuring states have adequate resources to meet their expenditure needs. It aims to reduce regional disparities and promote balanced ആയിട്ടുള്ള ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ്. നമുക്കിവിടെ ഫെഡറലിസം കോട്ട് ചെയ്യാം. ഓക്കെ, ഫെഡറലിസം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഈ ഒരു ഫൈനാൻസ് കമ്മീഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫൈനാൻസ് കമ്മീഷൻ ബേസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഒത്തിരി മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ പാറ്റേൺ നിങ്ങൾക്ക് എടുക്കാം. ഫൈനാൻസ് കമ്മീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഫിസിക്കൽ ഫെഡറലിസം. ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന കീവേഡ് ഓർത്തിരിക്കുക. ഇൻ ഇന്ത്യ ബൈ എൻഷുറിംഗ് എ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. Its recommendations are crucial for the equitable growth and development of all regions, addressing both fiscal needs and concerns of the state. അപ്പം ഫൈനാൻഷ്യൽ കമ്മീഷൻ ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഓരോ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ള അവരുടെ നീഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് വേണ്ട റവന്യൂ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർക്കിപ്പം റെക്കമെൻഡഡ് ആയിട്ടുള്ള റവന്യൂ താഴെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇതിൻ്റെ അഡ്രസ്സ് ചെയ്യാനായിട്ടും നീഡ് അഡ്രസ്സ് ചെയ്യാനായിട്ടും ഫൈനാൻഷ്യൽ കമ്മീഷന് പറ്റും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഫിസിക്കൽ ഫെഡറലിസം ബേസ് ചെയ്തിട്ട് ഉള്ള സൊല്യൂഷന് ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫൈനാൻഷ്യൽ കമ്മീഷൻ എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് കുറച്ചുകൂടെ സ്റ്റാറ്റിക് ടോപ്പിക്കുകളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.